ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് DSR എന്ന മൂവിയാണ്. എക്സ് ലവറിന്റെ മരണശേഷം അവളുടെ വീട്ടിലേക്ക് പോയ നായകൻ അവിടെ ഇരുന്ന് തന്റെ മരിച്ചുപോയ കാമുകിയുടെ ഒരു ചെറിയ ഹെയർ ക്ലിപ്പ് എടുത്ത് വീട്ടിലേക്ക് തിരിച്ചെത്തിയ അവനെ കാത്തിരുന്നത് പേടിപ്പെടുത്തുന്ന കാര്യങ്ങളായിരുന്നു. അതെന്താണെന്ന് നമുക്ക് മൂവി കണ്ടു തന്നെ അറിയാം. കഥയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് കോൺട്രാക്ടറായ മധുവിനെയാണ്. തന്റെ സൈറ്റിൽ നിൽക്കുന്ന സമയത്ത് അവിടെ ആരുടെ കൈ തട്ടി ഒരു ചായ ഗ്ലാസ് താഴേക്ക് വീഴുന്നു. പക്ഷെ ആ ഒരു സൗണ്ട് കേട്ടും ആ ഒരു നിമിത്തം കണ്ടുമൊക്കെ അയാൾ വല്ലാതെ പേടിക്കാൻ തുടങ്ങി. പ്രശസ്തനായ ഒരു പോറ്റിയുടെ മകൻ കൂടിയായിരുന്നു ഈ മധു. അയാൾക്കും അതിന്റെ പല കഴിവുകളും കിട്ടിയിട്ടുമുണ്ട്. ആ സമയം അയാൾക്ക് ഒരു ഫോൺ കോൾ വരുന്നു. അയാളുടെ അയൽക്കാരിയായ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്തയായിരുന്നു അത്. കനി എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര്. കിണറ്റിൽ നിന്നും അവളുടെ മൃതദേഹം എടുക്കുന്ന സമയത്താണ് മധു അവിടേക്ക് ചെല്ലുന്നത്. അവളുടെ അമ്മയും അച്ഛനും സഹോദരനും എല്ലാം തന്നെ അവിടെ കരഞ്ഞുകൊണ്ട് നിൽപ്പുണ്ട്. അവന്റെ സഹോദരൻ തന്റെ സഹോദരിയുടെ ജഡം കണ്ട് ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നായകനായ രോഹനെയാണ്. ഫാമിലി എല്ലാം തന്നെ അമേരിക്കയിൽ സെറ്റിൽഡ് ആയിരുന്നു. ആർക്കിടെക്റ്റായ രോഹൻ നാട്ടിൽ നടത്തുന്ന തങ്ങളുടെ ഫാമിലി ബിസിനസ് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അവൻ ഫ്രണ്ട്സിനെ എല്ലാം കൂട്ടി വീട്ടിൽ പാർട്ടി നടത്തുകയാണ്. അതിന്റെ ഇടയ്ക്ക് അവന്റെ ഒരു സുഹൃത്ത് അവനോട് പറയുന്നുണ്ട് നമ്മുടെ ക്ലാസ്മേറ്റ് ആയിരുന്ന കനി മരിച്ചുവെന്ന്. ആത്മഹത്യയായിരുന്നു എന്നറിഞ്ഞപ്പോൾ രോഹൻ വല്ലാതെ ഡിസ്റ്റർബായി. അയാളുടെ ആത്മഹത്യക്ക് പിന്നിലുള്ള കാരണം എന്തെങ്കിലും അറിയോ എന്ന് കൂട്ടുകാരനോട് ചോദിച്ചെങ്കിലും അയാൾക്ക് ഒന്നും അറിയില്ലായിരുന്നു. പിറ്റേന്ന് എന്തായാലും കനിയുടെ വീട് വരെ ഒന്ന് പോകാമെന്ന് അവർ രണ്ടുപേരും തീരുമാനിച്ചു. രോഹന്റെ ആ വലിയ വീട്ടില് പുറത്തൊരു സെക്യൂരിറ്റിയും രാവിലെ വന്ന് വൈകുന്നേരം തിരിച്ചു പോകുന്ന 2 ജോലിക്കാരികളുമായിരുന്നു ഉണ്ടായിരുന്നത്. രാത്രി സമയം എല്ലാം തന്നെ വീടിനുള്ളിൽ അവൻ മാത്രമേ കാണാറുള്ളൂ. കനിയെക്കുറിച്ച് ആലോചിച്ച് അവൻ ടെറസിൽ നിന്ന് തന്റെ ഫോൺ എടുത്ത് നോക്കുന്നു. അവന്റെ ചാറ്റ് കാണിക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും കനി ഇവനും തമ്മിൽ ചെറിയൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്ന്. അവർ ഒരുമിച്ചെടുത്ത പ്രൈവറ്റ് മൊമെന്റ്സിന്റെ കുറച്ച് ഫോട്ടോസ് എല്ലാം തന്നെ അവൻ നോക്കുന്നുണ്ട്. അവൾ ലാസ്റ്റ് അയച്ച മെസ്സേജസ് ഒന്നും തന്നെ അവൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അതിനൊന്നും റിപ്ലൈയും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. രോഹൻ അവളെ ജസ്റ്റ് ഒരു ടൈം പാസ് ആയിട്ടായിരുന്നു കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവൾ ആ റിലേഷൻഷിപ്പിൽ സീരിയസ് ആകാൻ തുടങ്ങിയതോടുകൂടി അവൻ അവളിൽ നിന്ന് ഒഴിവായത്. ഇതൊക്കെ സംഭവിച്ചിട്ട് നാളുകളായിട്ടുണ്ടായിരുന്നു. അങ്ങനെ രോഹനും കൂട്ടുകാരനും കനിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. ആ സമയത്താണ് അയൽക്കാരനായ മധുവിനെ അവർ അവിടെ വെച്ച് പരിചയപ്പെടുന്നത്. കോൺട്രാക്ടർ ആയിരുന്നതുകൊണ്ട് തന്നെ രോഹന്റെ അച്ഛനെ മധുവിന് പരിചയമുണ്ടായിരുന്നു. അങ്ങനെ മധു ഇവർ രണ്ടുപേരെയും കനിയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. കനിയുടെ സുഹൃത്തുക്കളാണെന്നാണ് അവർ പറയുന്നത്. ഇവർ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചവരായിരുന്നു. വീടിനുള്ളിലേക്ക് കയറി രോഹനാകട്ടെ കുറച്ചു നേരം ഫാമിലിയുടെ അടുത്ത് നിന്നിട്ട് മുകളിലുള്ള കനിയുടെ റൂമിലേക്ക് അവൻ കയറിപ്പോയി. കനി ഒരു നർത്തകിയായിരുന്നു. അതിന്റെ ഫോട്ടോസ് എല്ലാം തന്നെ ആ റൂമിലുണ്ട്. കുറച്ചു നേരം ആ റൂമിൽ തന്നെ നിന്ന ശേഷം അവിടെ ഇരുന്ന അവളുടെ ഒരു ഹെയർ ക്ലിപ്പ് അവൻ എടുത്ത് പോക്കറ്റിലേക്ക് ഇട്ടു. എന്നിട്ട് അവളുടെ സഹോദരൻ കിരണിന്റെ അടുത്തേക്ക് പോകുന്നു. ആകെ ഡിസ്റ്റർബ് ആയിട്ട് ഒരു ഫുട്ബോളും തട്ടി നിൽക്കുകയായിരുന്നു കിരൺ. അവന്റെ മുഖം കണ്ടപ്പോൾ തന്നെ രോഹന് മനസ്സിലായി അവൻ ഓക്കെ അല്ലാന്ന്. രോഹന്റെ കയ്യിൽ നിന്ന് ഒരു സിഗരറ്റും വാങ്ങി വലിച്ചിട്ട് തനിക്ക് കുഴപ്പമൊന്നുമില്ല, താൻ ഓക്കെ ആണെന്നുള്ള രീതിയിൽ അവൻ സംസാരിക്കുന്നു. പക്ഷെ അവനെ ഏറ്റവും കൂടുതൽ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഉറക്കമില്ലായ്മയായിരുന്നു. കനിയുടെ ബോഡി ആദ്യം കണ്ടത് കിരണായിരുന്നു. കിണറ്റിലെന്തോ തുണി കിടക്കുകയാണെന്നാണ് അവൻ വിചാരിച്ചത്. വീട്ടുകാരെ എല്ലാം വിളിച്ചുകൂട്ടി നോക്കിയപ്പോഴാണ് കനിയുടെ മൃതദേഹമാണെന്ന് മനസ്സിലാകുന്നത്. ഇപ്പൊ അവൻ കണ്ണടയ്ക്കുമ്പോഴെല്ലാം തന്നെ കാണുന്നത് കിണറ്റിൽ നിന്നും പുറത്തെടുത്ത കനിയുടെ മൃതദേഹമായിരുന്നു. ആ മുഖം അവന്റെ മനസ്സിൽ നിന്നും മായുന്നുണ്ടായിരുന്നില്ല. അത് കാരണം അവന് ഉറങ്ങാനും പറ്റുന്നുണ്ടായിരുന്നില്ല. രോഹൻ അവനോട് പറയുന്നുണ്ട് നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്റെ അടുത്തേക്ക് വരണമെന്ന്. അവിടെ നിന്നും തിരിച്ചെത്തിയ രോഹൻ വീട്ടിലെത്തി ഒന്ന് ഫ്രഷായി ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. കനിയുടെ വീട്ടിൽ നിന്നും എടുത്ത ആ ഒരു ചെറിയ ക്ലിപ്പ് അവൻ ടേബിളിൽ തന്നെ വെക്കുന്നു. ബാൽക്കണിയിലേക്കുള്ള ഡോറെല്ലാം തന്നെ അവൻ അടച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ കിടന്നുറങ്ങുകയും ചെയ്തു. എന്നാൽ സമയം കുറെ കഴിഞ്ഞപ്പോൾ ബാൽക്കണിയിലേക്കുള്ള ആ ഡോർ തനിയെ തുറക്കുന്നു. അവിടെ നിന്നും വല്ലാതെ കാറ്റടിക്കുന്നുണ്ടായിരുന്നു. ഇതെങ്ങനെ തുറന്നു ചിന്തിച്ചുകൊണ്ട് അവൻ പോയി അത് അടച്ചിട്ട് വീണ്ടും വന്നു കിടക്കുന്നു. പക്ഷേ ആ സമയം അവന്റെ ബെഡ്റൂമിന്റെ ഡോർ തനിയെ തുറന്നു വരുന്നുണ്ട്. സംശയത്തോടെ അവൻ പുറത്തേക്ക് പോയി നോക്കുമ്പോൾ അവിടെയെങ്ങും തന്നെ ആരുമില്ല. ഡോർ അടിച്ചിട്ട് അവൻ വീണ്ടും വന്നു കിടന്നു. പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ മധുവിന്റെ വീടാണ്. അവിടെ അയാളും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മധുവിനോട് അയാളുടെ അമ്മ പറയുന്നുണ്ട് ഈ കോൺട്രാക്ടർ പണിയൊക്കെ വിട്ടിട്ട് അച്ഛൻ ചെയ്തിരുന്ന പോലെ പൂജയും കർമ്മങ്ങളും ഒക്കെ ചെയ്തുകൂടെയെന്ന്. എന്നാൽ അച്ഛന്റെ പാതയിൽ പോകാൻ തനിക്ക് താല്പര്യമില്ല എന്നാണ് മധു പറയുന്നത്. എന്നാൽ മധുവിന് അയാളുടെ അച്ഛന്റെ കഴിവുകൾ കിട്ടിയിട്ടുണ്ടെന്ന് അയാളുടെ അമ്മയ്ക്ക് അറിയാമായിരുന്നു. കാരണം കനി മരിക്കുന്നതിന് മുൻപ് തന്നെ അവളുടെ മരണത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ അയാൾ തന്റെ അമ്മയോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കുട്ടിയുടെ അവസ്ഥ നിനക്ക് നേരത്തെ അറിയാമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ആ കുട്ടിയുടെ വീട്ടുകാരെ അറിയിക്കാഞ്ഞതെന്ന് അയാളുടെ അമ്മ ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല എന്ന്. തനിക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ നാട്ടുകാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ വേറെ രീതിയിൽ ചിലപ്പോൾ തെറ്റിദ്ധരിക്കും. ഇനി മരിക്കുന്നതിന് മുൻപ് തന്നെ ഒരു അപകടം അവളെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഇയാൾക്ക് മുൻപേ മനസ്സിലായിട്ടുണ്ടായിരുന്നിരിക്കാം. പിന്നീട് വീണ്ടും രോഹനെ കാണിക്കുന്നുണ്ട്. ടർഫിൽ കളിക്കാൻ പോയ രോഹനോട് കൂട്ടുകാരൻ കനിയെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ രോഹൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. ആ ടോപ്പിക്ക് തന്നെ വിടാനാണ് അവൻ ആവശ്യപ്പെടുന്നത്. അതേ ടൈമിൽ ഇവിടെ കിരണാകട്ടെ ഉറക്കമില്ലാതെ എപ്പോഴും ഫോൺ നോക്കി എന്തെങ്കിലുമൊക്കെ ആഹാരം കഴിച്ച് അങ്ങനെ തന്നെ ഇരിക്കും. കനിയുടെ അമ്മയും അവളുടെ മരണത്തിൽ അതീവ ദുഃഖിതയായിരുന്നു. കനിയുടെ അച്ഛനും അമ്മയും പരസ്പരം സംസാരിക്കുന്നതാണ് പിന്നീട് നമ്മളെ കാണിക്കുന്നത്. നമുക്ക് എവിടെയോ തെറ്റുപറ്റിയെന്നും നമ്മുടെ മകൾ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യണമെങ്കിൽ അവൾ അത്രത്തോളം അനുഭവിച്ചിട്ടുണ്ടാകുമെന്ന് അവളുടെ അമ്മ പറയുന്നു. എന്നാൽ നമ്മളെ കൊണ്ടാവുന്ന രീതിയിലെല്ലാം തന്നെ നമ്മൾ അവളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് അവളുടെ അച്ഛൻ പറയുന്നത്. പോകേണ്ടവർ പോകേണ്ട സമയത്ത് പോകും. അതാലോചിച്ച് വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് അയാൾ പറയുമ്പോൾ അവര് പറയുന്നുണ്ട് അവൾ അങ്ങനെയൊന്നും പോയിട്ടില്ല എന്ന്. അവൾ ഇവിടെ തന്നെ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുവെന്നും. ശരിക്കും എന്തിനാണ് കനി ആത്മഹത്യ ചെയ്തതെന്ന് ഇതുവരെയും ആരും പറയുന്നില്ല. ഇവരുടെയൊക്കെ സംസാരത്തിൽ നിന്ന് അവൾക്കെന്തോ ഡിപ്രഷൻ ഉള്ള പോലെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അന്ന് രാത്രി ഉറങ്ങിക്കിടന്ന രോഹന്റെ തലമുടിയിൽ ആരോ തഴുകുന്ന പോലെ അവന് തോന്നി. അവൻ പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റ് നോക്കുമ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാണ്
നോക്കുമ്പോഴാണ് അവന്റെ ബെഡിന്റെ സൈഡിലായിട്ട് ആരോ ഇരിക്കുന്നതായിട്ട് അവന് തോന്നുന്നത്. കാരണം ആ ബെഡ് താഴേക്ക് അമർന്നിരിക്കുകയായിരുന്നു. കുറച്ചു കഴിയുമ്പോൾ ആരോ എഴുന്നേക്കുന്നതായിട്ട് അവന് തോന്നുന്നു. കാരണം ബെഡിൽ നിന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട്. ആ താഴ്ന്നിരുന്ന ഭാഗം പൊങ്ങുകയും ചെയ്യുന്നു. അവന്റെ ആത്മാവിന്റെ പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അടച്ചിട്ടിരുന്ന ബാൽക്കണി ഡോർ തുറന്നു കിടക്കുന്നു. കൂടാതെ റൂമിനുള്ളിൽ നിന്നും ഒരു ചെലങ്കയുടെ സൗണ്ടും. അവൻ പേടിച്ചു റൂമിന് പുറത്തേക്ക് ഇറങ്ങി. റൂം പുറത്തു നിന്ന് ലോക്ക് ചെയ്ത ശേഷം വാതിലിൽ ചെവിയുർത്തു നിൽക്കുമ്പോൾ ഉള്ളിലാരോ മേശവലിപ്പ് തുറക്കുന്നതായിട്ടും അതിൽ നിന്ന് കനിയുടെ ഹെയർ ക്ലിപ്പ് എടുക്കുന്നതായിട്ടും ഒരു സൗണ്ട് അവൻ കേൾക്കുന്നുണ്ട്. പേടിച്ചുപോയി അവൻ താഴേക്ക് വരുന്നു. അന്ന് രാത്രി മുഴുവൻ അവൻ ഹാളിൽ തന്നെയാണ് ചെലവഴിക്കുന്നത്. ഉറങ്ങാതെ അവൻ അങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നു. പിറ്റേന്ന് രാവിലെയായിട്ടും അവന് മുകളിലേക്ക് പോകാൻ ഒരു പേടി തോന്നി. സെർവൻസ് ഒക്കെ വന്ന ശേഷമാണ് അവൻ മുകളിലേക്ക് ചെല്ലുന്നത്. പേടിയോടുകൂടിയാണ് അവൻ റൂമിലേക്ക് കയറിയത്. കുറച്ചു കഴിഞ്ഞ് അവൻ താഴേക്ക് വന്നിട്ട് തിരിച്ച് അമേരിക്കയ്ക്ക് പോകാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു. കനിയുടെ വീട്ടിൽ പോയതിനു ശേഷമാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ട് അവളുടെ ആത്മാവായിരിക്കും തന്നെ പിന്തുടരുന്നെന്ന് പേടിച്ചിട്ട് അവൻ നാട്ടിൽ നിന്ന് തിരിച്ചു പോകാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സമയം കടന്നുപോയി. രാത്രിയായി. അവൻ കിച്ചണിൽ നിന്ന് ഒരു ഐസ്ക്രീം ടിന്നെടുത്ത് ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് എന്തോ എടുക്കാൻ തിരിഞ്ഞപ്പോഴേക്കും അടച്ചു വെച്ചിരുന്ന ആ ഐസ്ക്രീം ടിന്നിന്റെ മൂടി തനിയെ തുറന്ന് താഴേക്ക് വീഴുന്നു. ആത്മാവിന്റെ പ്രസൻസ് അവന് വീണ്ടും ഫീൽ ചെയ്യാൻ തുടങ്ങി. അവനങ്ങനെ പേടിച്ചു നിൽക്കുന്ന സമയത്ത് ആ ആത്മാവ് വീണ്ടും അവന്റെ മുടിയിഴകളിൽ തലോടുന്നു. പക്ഷെ അടുത്ത നിമിഷം ആ ആത്മാവ് അവനെ വലിച്ചഴിച്ചുകൊണ്ട് പോവുകയാണ്. അവന്റെ കഴുത്ത് ഞെരിക്കുന്നു. കൂടാതെ അവന്റെ കൈകളിൽ അത് കടിക്കുന്നു. മുകളിലെ സ്റ്റെപ്പിലേക്ക് കയറിപ്പോകാൻ ശ്രമിച്ച അവനെ വലിച്ച് താഴേക്കിടുന്നു. രോഹൻ ശരിക്കും അവശ നിലയിലായിട്ടുണ്ടായിരുന്നു. പതിയെ അവന്റെ ബോധം മറഞ്ഞു. ആ സമയം വീണ്ടും ആ ആത്മാവ് അവന്റെ മുടിയിഴകളിൽ തലോടുന്നതായിട്ട് കാണിക്കുന്നു. പിന്നീട് അവൻ ഉണരുന്നത് രാവിലെ സർവൻസ് വന്ന് അവന്റെ അവസ്ഥ കണ്ട് അവനെ വിളിച്ചുണർത്തുമ്പോഴാണ്. അവര് വിചാരിച്ചിരുന്നത് അവൻ സ്റ്റെപ്പിൽ നിന്ന് വീണതായിരിക്കും എന്നാണ്. അത് കാരണം പേടിച്ച് അവന്റെ അച്ഛനെ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനവനാകട്ടെ തന്റെ സർവൻസിനെ വഴക്ക് പറയുന്നു. അച്ഛനോട് ഈ കാര്യമൊക്കെ എന്തിനാ പറഞ്ഞതെന്ന് ചോദിച്ചിട്ട്. അവന്റെ മൂക്കിൽ നിന്നും രക്തം വരുന്നുണ്ടായിരുന്നു. സർവൻസിനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവന്റെ അച്ഛൻ അവനെ വിളിക്കുന്നു. നീ അവിടെ എന്താ ചെയ്യുന്നത്? ഓഫീസിലൊന്നും നീ പോകുന്നില്ലല്ലോ. മര്യാദയ്ക്ക് ഓഫീസിലേക്ക് പോകാനാണ് അയാൾ ആവശ്യപ്പെടുന്നത്. താൻ ഓഫീസിലേക്ക് പോയിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. അവന്റെ കൈകളിൽ അപ്പോഴും തലേന്ന് ആ ആത്മാവ് കടിച്ച പാടുകൾ ഉണ്ടായിരുന്നു. അവൻ തന്റെ ഫോണില് കനിയും അവനെ ഒരുമിച്ചുള്ള വീഡിയോസ് എടുത്തു നോക്കുന്നു. കനി സ്ഥിരമായിട്ട് ഇവർ ഒരുമിച്ചുള്ളപ്പോൾ അവന്റെ തലമുടിയിഴകളിൽ തലോടിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇതോടെ അവൻ ഉറപ്പായിരുന്നു കനി തന്നെയാണ് ആ ആത്മാവെന്ന്. നീ എന്നെ ദ്രോഹിക്കാൻ വേണ്ടി എന്തിനാ ഇങ്ങനെ വന്നിരിക്കുന്നത്? നിനക്കെന്റെ മുടിയിൽ തലോടണോ അല്ലേ എന്ന് പറഞ്ഞിട്ട് അവൻ ദേഷ്യത്തില് തന്റെ മുടിയെല്ലാം തന്നെ ഡ്രിം ചെയ്ത് കളഞ്ഞു. അതിനുശേഷം പിന്നീട് അവൻ മധുവിനെ കാണാൻ പോകുന്നു. കനിയുടെ വീട്ടിൽ ഡയറക്റ്റ് പോയി അവൻ ഇതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റാത്തത് കാരണം അയൽവാസിയെ മധുവിനോട് തന്നെ പറയാമെന്നായിരുന്നു അവൻ വിചാരിച്ചിരുന്നത്. താൻ അനുഭവിക്കുന്ന കാര്യങ്ങളെപ്പറ്റി അവൻ പറയുന്നുണ്ട്. കനിയുടെ ആത്മാവ് തന്നെ വിടാതെ പിന്തുടരുന്നുണ്ട്. നിങ്ങളെ എന്തിനാ ആത്മാവ് പിന്തുടരുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൻ പറയുന്നുണ്ട് താനും കനിയൊക്കെ ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചതാ. പക്ഷെ ഇടയ്ക്കൊരു റീയൂണിയൻ വന്ന സമയത്ത് അവളെ താൻ വീണ്ടും കണ്ടുവെന്നും അങ്ങനെ പതിയെ നമ്പർ എക്സ്ചേഞ്ച് ചെയ്തിട്ട് അവർ തമ്മിൽ ചെറിയൊരു റിലേഷൻഷിപ്പിലാവുകയും ചെയ്തു എന്ന്. അവനെ സംബന്ധിച്ച് അതൊരു ടൈം പാസ് ആയിരുന്നു. അവളും ആദ്യം അങ്ങനെ തന്നെയായിരുന്നു എടുത്തിരുന്നത്. പക്ഷെ പിന്നീട് അവൾ സീരിയസ് ആവുകയും വിവാഹത്തെ പറ്റിയൊക്കെ സംസാരിക്കുകയും ചെയ്തു തുടങ്ങി. അതോടെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് തോന്നിയതോടെ അവനൊരു ഗ്യാപ്പ് ഇട്ടു. അവളുടെ മെസ്സേജസിന് ഒന്നും തന്നെ റിപ്ലൈ കൊടുക്കാതെയുമായി. അതോടെ പതിയെ പതിയെ അവൾ മെസ്സേജ് അയക്കുന്നത് നിർത്തി. അത് അങ്ങനെ അവസാനിച്ചു. അവളെ മരിച്ചു എന്നറിഞ്ഞതോടുകൂടി ജസ്റ്റ് അവളുടെ വീട് വരെ പോയിട്ട് വന്നതാ. പക്ഷെ ഈ ആത്മാവ് ഇപ്പൊ തന്നെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആത്മാവിന്റെ ശല്യം മാറ്റാൻ വേണ്ടിയിട്ട് അവരുടെ വീട്ടുകാരോട് പറഞ്ഞ് എന്തെങ്കിലും ക്രിയകളൊക്കെ ചെയ്യാനാണ് മധുവിനോട് രോഹൻ ആവശ്യപ്പെടുന്നത്. എന്നാൽ മധു പറയുന്നുണ്ട് ഇത് ഓൾറെഡി ഒരു ദുർമരണമാണ്. അങ്ങനെ മരണപ്പെട്ടാലും ശരി, സാധാരണ രീതിയിൽ മരണപ്പെട്ടാലും ശരി, അവരുടെ വിശ്വാസപ്രകാരം മരണശേഷ ആത്മാക്കള് കുറച്ചുനാൾ കൂടി തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യും. അതിനുശേഷം 16-ാം ദിവസം കർമ്മം നടത്തുമ്പോഴാണ് അതിന് മോക്ഷം കിട്ടി പോകുന്നത്. കനിയുടെ 16-ന് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതുവരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനാണ് മധു രോഹനോട് പറയുന്നത്. ഇവരീ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഹോട്ടലിൽ ഒരാളുടെ കയ്യിൽ നിന്ന് ഗ്ലാസ് വീണ് പൊട്ടുന്നുണ്ട്. മധുവിന് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെല്ലാം വെച്ച് എന്തോ ആപത്ത് വരാൻ പോകുന്നുവെന്ന് മനസ്സിലാകാൻ തുടങ്ങി. എന്തായാലും മധു പറഞ്ഞ പ്രകാരം കുറച്ച് ദിവസം കൂടി വെയിറ്റ് ചെയ്യാൻ രോഹൻ തീരുമാനിച്ചു. വീട്ടിലെത്തി അവനാകട്ടെ തന്റെ സർവൻസിനോട് പറയുന്നുണ്ട് ഇനി ഈ വീട്ടിലെ ലൈറ്റുകൾ മുഴുവൻ സമയം ഓൺ ആയിരിക്കണമെന്ന്. കർട്ടൻസ് എല്ലാം തന്നെ ഓപ്പൺ ആക്കിയിടണം. അവൻ പറഞ്ഞ പോലെ സർവൻസ് അങ്ങനെയെല്ലാം തന്നെ ചെയ്തു. രാത്രിയിൽ അവൻ ഉറങ്ങാറില്ലായിരുന്നു. രാത്രി മുഴുവൻ തന്റെ ഡ്രംസ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. കിരൺ അപ്പോഴും ഉറക്കമുണ്ടായിരുന്നില്ല. അവൻ എപ്പോഴും ഫോണിൽ തന്നെയായിരുന്നു. കനിയുടെ അമ്മയാകട്ടെ അവളുടെ മരണത്തിൽ സങ്കടപ്പെട്ട് തന്നെ കിടക്കുകയാണ്. അവരുടെ വീട്ടിലെ ജോലിക്കാരി എലിസമ്മയായിരുന്നു അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അങ്ങനെ കുറച്ചു ദിവസം കടന്നുപോയി. ഒടുവിൽ കനിയുടെ 16-ന്റെ അന്ന് കർമ്മങ്ങളെല്ലാം നടത്തുന്നു. ആ ചടങ്ങ് കാണാൻ രോഹനും പോയിട്ടുണ്ടായിരുന്നു. ചടങ്ങുകളെല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് ആത്മാവിന്റെ ശല്യം ഇനി ഉണ്ടാകില്ല എന്ന് വിശ്വസിച്ച് രോഹൻ വീട്ടിലേക്ക് തിരിച്ചെത്തി. തന്റെ ബെഡിൽ വിരിച്ചിരുന്ന ഷീറ്റ് എടുത്ത് അവനൊന്ന് കുടഞ്ഞിടുന്നു. നേരത്തെ അവിടെ ആത്മാവ് ഇരുന്നതായിട്ട് അവന് തോന്നിയിട്ടുണ്ടായിരുന്നില്ലേ? അങ്ങനെ ആത്മാക്കൾ എന്തെങ്കിലും ഉണ്ടോന്നറിയാൻ വേണ്ടിയിട്ട് അവൻ നോക്കിയപ്പോ അവിടെ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആ പ്രസൻസും ഇല്ലാതെയായി. അത് കാരണം അന്ന് അവൻ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങി. വൈകിട്ടായപ്പോഴേക്കും അവൻ വീട്ടിലെ ഫ്രണ്ട്സിന്റെ കൂടെ ഒരു പാർട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ആ പാർട്ടിയിലേക്ക് അവൻ കിരണിനെ വിളിക്കുന്നുണ്ട്. ടെറസിന്റെ അടുത്തേക്ക് പോയിട്ട് കിരണിനോട് അവൻ ചോദിക്കുന്നുണ്ട് നീ ഇപ്പൊ ഓക്കെ അല്ലേ എന്ന്. ഞാൻ ഓക്കെ ആണെന്ന് അവൻ പറയുന്നു. കോഴ്സ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്നത് കാരണം ഇനി എന്താ പ്ലാനിംഗ് എന്ന് ചോദിക്കുമ്പോൾ ജോലിക്ക് ശ്രമിക്കുന്നുണ്ടെന്ന് അവൻ പറയുന്നുണ്ട്. നിനക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എന്നോട് പറയണമെന്ന് രോഹൻ പറയുന്നു. എന്നിട്ട് ഞാൻ നിനക്ക് കുറച്ച് കാശ് തരാമെന്ന് പറഞ്ഞിട്ട് കിരണിന് കുറച്ച് കാശ് അയക്കാൻ തുടങ്ങിയിരുന്നു രോഹൻ. എന്നാൽ ഇത് കിരണിന് ഇഷ്ടപ്പെട്ടില്ല. എന്നെ കണ്ട ഒരു ഹെൽപ്പ് വേണ്ടുന്ന പയ്യനായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് കിരൺ
കിരൺ ചോദിക്കുന്നു. എന്നാൽ താൻ അങ്ങനൊന്നും ഉദ്ദേശിച്ചില്ല, നിനക്ക് കാശ് തരാമെന്ന് പറഞ്ഞെന്ന് രോഹൻ പറയുമ്പോൾ കിരൺ വല്ലാതെ ചൂടാകുന്നു. രാവിലെ മുതൽ എല്ലാരും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, കരയരുത്, ചിരിക്കരുത്, അവിടെ ഇരിക്കുക, അവിടെ നിൽക്കുക എന്നൊക്കെ. ഇവ ഇങ്ങനെ ദേഷ്യപ്പെടുന്ന കണ്ടിട്ട് രോഹൻ പറയുന്നുണ്ട്, നീ ചില്ലാവോ കൂളാവുന്ന്. താൻ കൂളാണ് ചില്ലാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ രോഹനോട് വഴക്കിടുന്നു. അവള് കിണറ്റി ചടിച്ചത്തേന് ഞാനെന്ത് ചെയ്യാനാന്ന് പറഞ്ഞിട്ട് കിരൺ ദേഷ്യത്തില് സംസാരിക്കുന്നുണ്ട്. പതിയെ പതിയെ അവന്റെ ദേഷ്യം കരച്ചിലായി മാറി. ഉള്ളിലെ വിഷമമല്ല അവൻ കരഞ്ഞു തീർക്കട്ടെ എന്ന് രോഹനും കരുതി. അവന് വേണ്ടിയിട്ടൊരു ഡ്രിങ്ക്സ് ഒഴിക്കാൻ വേണ്ടിയിട്ട് രോഹൻ ടേബിളിന്റെ അടുത്തേക്ക് വരുന്നു. ആ സമയം അവൻ വീണ്ടും ആ ചിലങ്കയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ആത്മാവ് പോയെന്ന് വിചാരിച്ചിരുന്ന അവൻ ഞെട്ടിത്തെരിച്ച് നിൽക്കുകയായിരുന്നു. ആ സൗണ്ട് അവനെയും കടന്ന് കിരണിന്റെ അടുത്തേക്കാണ് പോയത്. രോഹൻ തിരിഞ്ഞു നോക്കുമ്പോ ആ ആത്മാവ് കിരണിന്റെ ഡ്രസ്സിൽ പിടിച്ച് അവനെ മുകളിലേക്ക് ഉയർത്തി ടെറസിൽ നിന്ന് താഴേക്കിടാൻ ശ്രമിക്കുകയായിരുന്നു. പെട്ടെന്ന് പോയി രോഹൻ അവന്റെ കാലിൽ പിടിച്ചെങ്കിലും അവന്റെ തല പോയി ഭിത്തിയിൽ അടിക്കുന്നു. രോഹന്റെ കയ്യിൽ നിന്ന് അവൻ സ്ലിപ്പായി താഴേക്ക് വീണ് അവന്റെ 2 കാലും ഒടിഞ്ഞു. തല പോയി ഇടിച്ചത് കാരണം കുറെ പല്ലുകൾ കൂടി കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അവന്റെ ആ ഒരു അവസ്ഥ കണ്ട് ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയായിരുന്നു രോഹൻ. പെട്ടെന്ന് തന്നെ അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. കിരണിന്റെ വീട്ടുകാർ വന്നിട്ടുണ്ടായിരുന്നു. കൂടെ മധുവും വന്നിട്ടുണ്ട്. മധുവിനോട് രോഹൻ കാര്യം പറയാൻ ശ്രമിച്ചെങ്കിലും മധു അവനെ വഴക്ക് പറയുകയാണ് ചെയ്യുന്നത്. എന്തിനാ പയ്യനെയൊക്കെ വീട്ടിലേക്ക് വിളിച്ച് മദ്യം കൊടുത്തത്? അവൻ മദ്യലഹരിയിലെ താഴെ വീണതല്ലേ എന്ന് അയാൾ ചോദിക്കുന്നു. എന്നാൽ സത്യം പറയാൻ രോഹന്റെ അവസരം അയാൾ കൊടുത്തില്ല. എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് അവൻ മദ്യപിച്ചിട്ട് ടെറസിൽ നിന്ന് താഴെ വീണു എന്നായിരുന്നു. രാത്രി വീട്ടിൽ തിരിച്ചെത്തി അവൻ ആകെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. കനിയുടെ ആ ക്ലിപ്പ് എടുത്തു വെച്ച് അവൻ അങ്ങനെ തന്നെ എന്തോ ആലോചിച്ചിരിക്കുകയാണ്. സാധാരണ ആത്മാവ് വരുന്ന സമയത്ത് പലപ്പോഴും കേൾക്കുന്ന സൗണ്ട് ആ ചിലങ്കയുടേതോ അല്ലെങ്കിൽ ചിലപ്പോൾ ആ ക്ലിപ്പിന്റേതോ ആയിരുന്നു. പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ലൈറ്റുകളെല്ലാം മിന്നി അണഞ്ഞു. കിച്ചണിൽ നിന്ന് എന്തോ സൗണ്ട് കേട്ടിട്ട് അവൻ പോയി നോക്കുമ്പോൾ ടാപ്പ് ആരോ തുറന്നിട്ടിരിക്കുന്നു. അത് അടയ്ക്കാൻ ചെന്നതും അവിടെ ഉണ്ടായിരുന്ന പ്ലേറ്റുകളെല്ലാം തന്നെ താഴേക്ക് വീഴുന്നു. എല്ലാ ആത്മാവിന്റെ പണിയായിരുന്നു. പേടിച്ചുപോയ അവനാകട്ടെ ഹാളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ എല്ലാം തന്നെ പലതരത്തിലുള്ള നിഴലുകൾ അവൻ കാണുന്നുണ്ട്. ആ ആത്മാവിന്റെ പ്രസൻസ് അവന് നല്ലപോലെ ഫീൽ ചെയ്തു. ഒരു നിമിഷം അവൻ ആ സ്റ്റെപ്പിന്റെ അടുത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് ആ സ്റ്റെപ്പുകൾക്ക് മുകളിലായിട്ട് ഒരു രൂപം നിൽക്കുന്നതായിരുന്നു. എന്നാൽ അവൻ പ്രതീക്ഷിച്ച പോലെ അത് കനിയുടെ ആത്മാവായിരുന്നില്ല. അതൊരു പുരുഷന്റെ ആത്മാവായിരുന്നു. ഒരു പാന്റ് മാത്രം ധരിച്ച് ഷർട്ടില്ലാത്ത ഒരു മെലിഞ്ഞ ബോഡി. അവിടെയാണ് മൂവിയുടെ ഇന്റർവെല്ല്. രാവിലെ അവൻ മധുവിനെ വീട്ടിലേക്ക് വിളിക്കുന്നു. ആ ആത്മാവ് ഇവിടം വിട്ട് പോയിട്ടില്ലെന്നും അത് എന്നെ തന്നെ പിന്തുടരുകയാണെന്ന് അവൻ പറയുന്നുണ്ട്. പക്ഷെ വിചാരിച്ച പോലെ അത് കനിയല്ല, അതൊരു പുരുഷന്റെ ആത്മാവാണ്. മധു ആ വീടിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ആ വീട് രോഹന്റെ അച്ഛൻ തന്നെ പണിതായിരുന്നു. അവൻ അടുത്തിടെ ഏതെങ്കിലും സെമിത്തേരിയിലോ മറ്റു മരണ വീടുകളിലോ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ താൻ കനിയുടെ വീട്ടിൽ മാത്രമേ പോയിട്ടുള്ളൂ എന്നും അതിനുശേഷമാണ് ഇതൊക്കെ സംഭവിക്കാൻ തുടങ്ങിയതെന്നും അവൻ പറയുന്നു. അവളുടെ റൂമിൽ നിന്ന് അവന്റെ ക്ലിപ്പ് എടുത്ത കാര്യവും അയാളോട് പറയുമ്പോൾ അയാൾക്ക് മനസ്സിലായി ഇത് കനിയുമായിട്ട് ബന്ധപ്പെട്ട ആരുടെയോ ആത്മാവാണെന്ന്. എല്ലാത്തിന്റെയും തുടക്കം ആ ക്ലിപ്പിൽ നിന്നാണ്. കനിയുടെ സാധനങ്ങളിൽ അവളെ കൂടാതെ മറ്റാർക്കോ അവകാശമുണ്ട്. അവൻ ആ റൂമിൽ ചെന്ന് ആ ക്ലിപ്പ് എടുത്തപ്പോൾ അയാൾക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് അതിന്റെ പിറകെ അയാളുടെ ആത്മാവും ഇവിടേക്ക് വന്നത്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ആത്മാവ് പൂർണ്ണമായിട്ട് അവിടം വിട്ടു പോകില്ല. അയാൾ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളിലെല്ലാം തന്നെ ആ ആത്മാവിന്റെ പ്രസൻസ് ഉണ്ടാകും. അത് ആഭരണങ്ങളോ വസ്ത്രങ്ങളോ ഒക്കെയാകും. അങ്ങനെ കനിയുടെ പ്രസൻസ് ഉള്ള ആ ക്ലിപ്പാണ് നീ എടുത്തിട്ട് വന്നത്. പക്ഷെ കനിയുടെ ആ ഒരു വസ്തുവിൽ മറ്റൊരാൾക്ക് കൂടി അവകാശമുണ്ടായിരുന്നു. ആ വ്യക്തിയുടെ ആത്മാവാണ് ഇപ്പൊ നിന്നെ ആക്രമിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി അവരുടെ ലക്ഷ്യം ആ ആത്മാവ് ആരുടേതാണെന്ന് കണ്ടെത്തുക എന്തായിരുന്നു? കനിക്ക് അങ്ങനെ ആരുമായിട്ടെങ്കിലും ബന്ധമുള്ളതായിട്ട് ഇവർക്കറിയില്ല. അവർ കനിയുടെ വീട്ടിൽ ചെല്ലുന്നു. അവളുടെ റൂമൊക്കെ പരിശോധിച്ചു. അവളുടെ റൂമിൽ അവളുടെ ചിലങ്ക ഉണ്ടായിരുന്നില്ല. അത് അവിടെ നിന്ന് മിസ്സായിരിക്കുന്നു. ഉറപ്പായിട്ടും നമുക്ക് ആർക്കും അറിയാത്ത ഒരാൾ അവളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നിരിക്കാം. അയാളുടെ കയ്യിലായിരിക്കാം ഈ ചിലങ്ക ഉണ്ടായിരിക്കുക. ചിലപ്പോൾ ആ വ്യക്തിയുടെ ആത്മാവായിരിക്കാം ഇപ്പൊ നിങ്ങളെ വേട്ടയാടുന്നതെന്നും മധു പറയുന്നു. പക്ഷെ ആ ആത്മാവിന് കനിയോട് എന്ത് തരത്തിലുള്ള ബന്ധമാണുള്ളതെന്ന് നമുക്കറിയില്ല. അവളോട് പ്രണയമാകാം, പകയാകാം, ചിലപ്പോൾ അസൂയമാകാം. കനിയുടെ ലൈഫിലുള്ള ആ വ്യക്തി ആരായിരുന്നു എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് കനിയുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന എൽസമ്മയുടെ അടുത്തേക്ക് അവർ പോകുന്നു. എൽസമ്മയുടെ ആദ്യം കുശലാന്വേഷണങ്ങളൊക്കെയാണ് അവർ നടത്തുന്നത്. എൽസമ്മയുടെ മകൻ മനു ആകട്ടെ സൗദിയിലായിരുന്നു. അവൻ വിളിക്കാറുണ്ടോന്ന് ചോദിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ വിളിക്കുമെന്ന് എൽസമ്മ പറയുന്നു. കനിയെപ്പറ്റി ചോദിക്കുമ്പോൾ അവര് പറയുന്നത് കനി അങ്ങനെ ആരോടും അധികം സംസാരിക്കാറില്ലായിരുന്നു എന്നാണ്. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആലോചിച്ചിരിക്കുന്ന കാണാം. അതാകെ പുറത്തിറങ്ങുന്നത് തന്നെ ഡാൻസ് ക്ലാസ്സിന് പോകാനാണ്. അല്ലാത്തപ്പോഴെല്ലാം തന്നെ റൂമിലുണ്ടാകും. അവളുടെ ജീവിതത്തിൽ അങ്ങനെ പ്രണയമുള്ളതായിട്ടോ ഏതെങ്കിലും പയ്യന്മാരുള്ളതായിട്ടോ ഒന്നും തന്നെ എൽസമ്മയ്ക്ക് അറിയില്ലായിരുന്നു. അമേരിക്കയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തെങ്കിലും രോഹൻ ഇവിടെ നിന്ന് പോകാൻ കൂട്ടാക്കിയില്ല. കാരണം താൻ ഇവിടെ നിന്ന് പോയാലും ഈ പ്രശ്നങ്ങൾക്കൊന്നും ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് അവന് തോന്നിയില്ല. അതുകൊണ്ട് ഇത് സോൾവ് ചെയ്തിട്ട് ഇവിടുന്ന് പോകാനാണ് അവൻ തീരുമാനിച്ചിരിക്കുന്നത്. തൽക്കാലം പ്രശ്നം സോൾവ് ആകുന്നിടം വരെ ആ വീട്ടിൽ നിൽക്കണ്ടെന്ന് അവൻ തീരുമാനിച്ചു. ജോലിക്കാരോട് പറഞ്ഞിട്ട് അവന് വേണ്ടുന്ന സാധനങ്ങളും എടുത്തിട്ട് അവൻ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ആ സമയം തന്റെ വീട്ടിൽ നിന്ന മധുവിന് അവിടെ എല്ലാം തന്നെ ഒരു ആത്മാവിന്റെ പ്രസൻസ് അയാൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അന്ന് രാത്രി രോഹൻ തന്റെ കാറിൽ തന്നെ ഇരിക്കുകയാണ്. അതേസമയം മധു ആകട്ടെ കഴിക്കാനുള്ള ആഹാരവുമായിട്ട് ടേബിളിലേക്ക് വന്നിരിക്കുന്നു. പെട്ടെന്ന് അയാൾ ഇരുന്ന സൈഡില് ജനല് തനിയെ തുറക്കുന്നു. ഡോറിനുള്ളിലൂടെ ആരോ വന്ന പോലെ അയാൾക്ക് തോന്നുന്നു. എന്തൊക്കെയോ ചെറിയ സൗണ്ടുകൾ കേൾക്കുന്നു. അയാളുടെ മുന്നിലുണ്ടായിരുന്ന ചെയർ തനിയെ നീങ്ങുകയും അവിടെ ആരോ ഇരിക്കുന്നതായിട്ടോ അയാൾക്ക് ഫീൽ ചെയ്തു. ആ ചെയർ വീണ്ടും അനങ്ങാൻ തുടങ്ങിയതോടുകൂടി അയാൾക്ക് മനസ്സിലായി ആ ആത്മാവ് ഇവിടെ വന്നിട്ടുണ്ടെന്ന്. അയാൾ പേടിച്ച് ഓടിപ്പോയി തന്റെ പൂജാമുറിയിലേക്ക് കയറി വാതിലടച്ചു. എന്നിട്ട് അതിനുള്ളിലുണ്ടായിരുന്ന നിലവിളക്ക് കൊളുത്തുന്നു. ആ ആത്മാവ് പൂജാമുറിക്ക് പുറത്തു വരികയും അതിന്റെ സൗണ്ട് അയാൾ കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ എല്ലാം തന്നെ ചിലങ്കയുടെ സൗണ്ടായിരുന്നു. പൂജാമുറിക്കുള്ളിലേക്ക് ആ ആത്മാവിന് കടക്കാൻ പറ്റാത്തത് കാരണം അത് അവിടെ നിന്നും പുറത്തേക്ക് പോയി. ആത്മാവിന്റെ
പ്രസൻസ് അവിടെ കുറഞ്ഞെന്ന് മനസ്സിലാക്കിയ മധുവാകട്ടെ പെട്ടെന്ന് കിച്ചണിലേക്ക് പോയി ഉപ്പുവാരി അവിടെ എല്ലാം തന്നെ വിതറുന്നു. അത് ആത്മാവിനെ ഒരുവിധം അകറ്റി നിർത്തുമെന്ന് അയാൾക്ക് അറിയാമായിരുന്നു. പിറ്റേന്ന് രോഹനെയും കൂട്ടി അയാള് പോകുന്നത് കനി ഡാൻസ് പഠിച്ചിരുന്ന സ്ഥലത്തേക്കാണ്. അവിടെ എത്തി കനിയുടെ സുഹൃത്തിനോട് സംസാരിക്കുന്നു. കനിക്ക് ഏതെങ്കിലും ആൺ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ചോദിക്കുമ്പോൾ അങ്ങനെ ആരും തന്നെ ഇല്ലായിരുന്നു എന്നാണ് അവര് പറയുന്നത്. കനിയെ അവിടെ ശല്യം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെയും ആണുങ്ങൾ ആരും തന്നെ നൃത്തം പഠിക്കാൻ വന്നിട്ടുണ്ടായിരുന്നില്ല. സ്ഥിരമായിട്ട് ഡാൻസ് ക്ലാസ്സിന് വന്നുകൊണ്ടിരുന്ന അവള് പെട്ടെന്നൊരു ദിവസം ഡാൻസ് നിർത്തി, പിന്നീട് വരാതെയായി. എന്താ കാരണമെന്നും ഇവർക്ക് അറിയില്ലായിരുന്നു. ഇവരിങ്ങനെ ഓരോന്ന് ചോദിക്കാൻ തുടങ്ങിയതോടുകൂടി ആ പെൺകുട്ടി പറയുന്നുണ്ട്, ഒരു ദിവസം ഇവർ രണ്ടുപേരും ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന സമയത്ത് മഴ പെയ്തത് കാരണം അടുത്തുള്ള ഒരു ബിൽഡിംഗിലേക്ക് കയറിയെന്ന്. ആ ബിൽഡിംഗിന്റെ മുകളിൽ ഒരു ഫോട്ടോസ്റ്റാറ്റ് കടയുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന മെലിഞ്ഞ ശരീരവും ചുരുണ്ട മുടി ഉണ്ടായിരുന്ന ഒരാളാകട്ടെ അവരെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. പിന്നീട് പലപ്പോഴും ആ ബിൽഡിംഗിൽ പോകുമ്പോഴെല്ലാം തന്നെ അയാൾ കനിയെ തുറച്ചു നോക്കും. ഒരു ദിവസം അയാൾ ഈ ഗേറ്റിന്റെ ഫ്രണ്ടിലും വന്ന് അവളെ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോഴാണ് അതൊരു ശല്യമായി മാറിയെന്ന് അവർക്ക് തോന്നിയത്. ഇതിനെപ്പറ്റി കംപ്ലൈന്റ് ചെയ്യാമെന്ന് അത് സാരമില്ലാതെ വിട്ടേക്കാനാണ് കനി പറഞ്ഞത്. പിന്നീട് അയാളെ അവിടെ കണ്ടിട്ടുമില്ല. അത് വലിയൊരു ഇഷ്യൂ, ഒരു സംഭവം ഒന്നും തന്നെയല്ല എന്നും ജസ്റ്റ് നിങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ ഓർത്തെടുത്ത് പറഞ്ഞതാണെന്നും ഈ പെൺകുട്ടി പറയുന്നു. എന്താണെങ്കിലും അയാളെ പറ്റി ഒന്ന് അന്വേഷിക്കാമെന്ന് കരുതിയിട്ട് മധുവും രോഹനും ആ ഫോട്ടോസ്റ്റാറ്റ് കടയിലേക്ക് പോകുന്നു. അവിടുത്തെ ആള് പറയുന്നത് നിങ്ങൾ ചോദിക്കുന്ന ഈ ആളുടെ പേര് ഫിലിപ്പ് എന്നാണെന്നും അവിടുത്തെ പള്ളിയിലച്ചൻ പറഞ്ഞിട്ടാണ് ഫിലിപ്പിനെ ഇവിടെ ജോലിക്കെടുത്തതെന്നുമാണ്. ഇവിടെ ഒരു സ്റ്റാഫിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ അവൻ തോന്നുമ്പോഴേക്കേ ജോലി ചെയ്യുമായിരുന്നുള്ളൂ. അല്ലാത്തപ്പോഴെപ്പോഴും ആ റോഡിലേക്ക് തുറച്ചു നോക്കി നിൽക്കുന്നത് കാണാം. കൂടാതെ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് അവൻ കുറെ വചനങ്ങളൊക്കെ പ്രിന്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അയാളുടെ കുറെ മഷിയും പേപ്പറും ഒക്കെ വേസ്റ്റ് ആക്കിയിട്ടുണ്ട്. അവന്റെ ഫോൺ നമ്പർ അവർ വാങ്ങി വിളിച്ചു നോക്കിയെങ്കിലും അതിപ്പോൾ ഉപയോഗത്തിലുള്ള നമ്പർ ആയിരുന്നില്ല. അവൻ പ്രിന്റ് ചെയ്ത പള്ളിയിലെ വചനങ്ങൾ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അത് ആ ഷോപ്പ് ഉടമസ്ഥൻ അവർക്കെടുത്ത് കൊടുക്കുകയും ചെയ്തു. ഇവിടെ നിന്ന് അവൻ ജോലി നിർത്തി പോകുന്നതിന് മുമ്പ് സൗദിയിലേക്കോ മറ്റോ പോവുകയാണെന്നാണ് ഈ ഷോപ്പ് ഉടമസ്ഥനോട് പറഞ്ഞിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഫിലിപ്പ് ആരാണെന്നും അവന്റെ അഡ്രസ് എന്താണെന്നും കണ്ടെത്താൻ വേണ്ടിയിട്ട് അവനെ ഇവിടെ ജോലിക്ക് നിർത്തിയ പള്ളിയിലച്ചനെ പോയി കാണാൻ മധു തീരുമാനിക്കുന്നു. അതുപോലെ തന്നെ ഇവൻ ഏജന്റ് വഴി സൗദിയിലേക്കാ പോയതെന്ന് മനസ്സിലാക്കിയത് കാരണം അതുപോലെ തന്നെ ഏജന്റ് വഴി സൗദിയിലേക്ക് പോയ എൽസമ്മയുടെ മകൻ മനുവിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഫിലിപ്പിനെ പറ്റി എന്തെങ്കിലും അറിവ് കിട്ടുമെന്ന് രോഹനും തോന്നി. അത് ചോദിക്കാൻ വേണ്ടിയിട്ട് രോഹൻ എൽസമ്മയുടെ വീട്ടിലേക്കും പോയി. ഫിലിപ്പ് പ്രിന്റ് ഔട്ട് എടുത്ത വചനങ്ങള് പള്ളിയിലച്ചനെ കൊണ്ടുപോയി മധു കാണിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് ഇതിൽ കാണിക്കുന്ന ഡീസറയുടെ അർത്ഥം കോപത്തിന്റെ ദിവസം എന്നാണെന്ന്. ഇത് പലതരത്തിലുള്ള ബുക്കുകളിൽ നിന്ന് കിട്ടുന്നതാണെന്ന് അച്ഛൻ പറയുന്നുണ്ട്. ഫിലിപ്പിന്റെ ഫോട്ടോ എന്തെങ്കിലും ഉണ്ടോ എന്ന് മധു ചോദിക്കുമ്പോൾ അച്ഛനൊരു ഗ്രൂപ്പ് ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നു. അതേസമയം ഇവിടെ രോഹനാകട്ടെ എൽസമ്മയുടെ വീട്ടിലെത്തിയിട്ട് മനുവിനെ സൗദിയിലേക്ക് കൊണ്ടുപോയ ഏജന്റിനെ പറ്റി ചോദിക്കുന്നു. മനുവിന്റെ ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് തരാൻ പറയുമ്പോൾ എൽസമ്മ പറയുന്നുണ്ട് മനു പലപ്പോഴും പല നമ്പറുകളിൽ നിന്നാണ് ഇവിടേക്ക് വിളിക്കുന്നതെന്ന്. എന്നാൽ ഏജന്റിന്റെ നമ്പറെങ്കിലും നോക്കാൻ പറയുമ്പോൾ ഞാൻ ഒന്ന് നോക്കിയെടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എൽസമ്മ ഉള്ളിലേക്ക് പോയി. ആ സമയത്താണ് രോഹ ശ്രദ്ധിക്കുന്നത് അവിടെ ഇരിക്കുന്ന ട്രോഫികളിൽ മനുവിന്റെ ഫോട്ടോയും അയാളുടെ യഥാർത്ഥ പേരും. മനുവിന്റെ യഥാർത്ഥ പേര് ഫിലിപ്പ് എന്നായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ മധുവും പള്ളിയിലച്ചൻ കാണിച്ചു കൊടുത്ത ഫോട്ടോയില് ഫിലിപ്പിന്റെ മുഖം കാണുന്നു. അത് എൽസമ്മയുടെ മകൻ മനു തന്നെയായിരുന്നു. മനുവിന്റെ പള്ളിയിലെ പേര് ഫിലിപ്പ് എന്നും അല്ലാതെ അയാളെ അറിയപ്പെടുന്ന പേര് മനു എന്നും ആയിരുന്നു. അതോടെ മധു പേടിച്ച് പെട്ടെന്ന് രോഹനെ വിളിക്കാൻ തുടങ്ങി. രോഹൻ അതേസമയം എൽസമ്മയോട് ചോദിക്കുന്നുണ്ടായിരുന്നു മനുവിന്റെ യഥാർത്ഥ പേര് ഫിലിപ്പ് എന്നാണോ എന്ന്. അങ്ങ് ഏജന്റിന്റെ നമ്പർ നോക്കിക്കൊണ്ടിരുന്ന എൽസമ്മ പറയുന്നുണ്ട് അത് അവന്റെ പള്ളിപ്പേരാണെന്ന്. തങ്ങൾ അന്വേഷിച്ചു വന്ന ഫിലിപ്പ് എൽസമ്മയുടെ മകൻ തന്നെയാണെന്ന് മനസ്സിലാക്കിയതോടുകൂടി സംശയം തോന്നി രോഹൻ അവിടെ അടച്ചിട്ടിരുന്ന ഒരു മുറി തുറന്നു നോക്കുന്നു. ഉള്ളിലേക്ക് കയറി അവൻ ഞെട്ടിപ്പോയി. അവിടുത്തെ ബെഡില് അഴുകി ദ്രവിച്ച നിലയില് ഫിലിപ്പിന്റെ ഡെഡ് ബോഡി ഉണ്ടായിരുന്നു. ആ ബോഡിയുടെ കാലില് കനിയുടെ കാണാതെ പോയ ചിലങ്കി ഉണ്ടായിരുന്നു. ആ റൂമിലെല്ലാം തന്നെ കനിയുടെ സാധനങ്ങളായിരുന്നു. അവളുടെ ഫോട്ടോയും ഉണ്ട്. ചുറ്റും എന്തൊക്കെയോ വചനങ്ങൾ എഴുതി ഒട്ടിച്ചിരിക്കുന്നു. ഇതെല്ലാം കണ്ട് ഞെട്ടിത്തെരിച്ചു നിൽക്കുന്ന രോഹനെ പെട്ടെന്ന് ബാക്കിലൂടെ വന്ന് എൽസമ്മ തലക്കടിച്ച് വീഴ്ത്തുന്നു. രോഹനെ വിളിച്ചിട്ട് കിട്ടാത്തതോടുകൂടി മധുവിന് മനസ്സിലായി എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ടെന്ന്. രോഹന് ബോധം വരുമ്പോ ഫിലിപ്പിന്റെ ബോഡി കിടക്കുന്ന ആ റൂമിൽ രോഹൻ തറയിൽ കിടക്കുകയായിരുന്നു. അവിടെ ചെയറിലിരുന്ന് എൽസമ്മ വചനങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്ക് അവർ രോഹനോട് പറയുന്നുണ്ട് തന്റെ മകനെ തിരക്കി ആരെങ്കിലും വരുമെന്ന് തനിക്ക് അറിയാമായിരുന്നുവെന്ന്. അത് പക്ഷെ ഒരിക്കലും നീയായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. മരിക്കുന്നതിന് മുമ്പ് ഫിലിപ്പിന് ഒരാഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ. മരിച്ചു കഴിഞ്ഞാലും അവന്റെ ഒരു ശീലവും തെറ്റാൻ പാടില്ല. ഫിലിപ്പ് മരിച്ചത് ക്യാൻസർ വന്നിട്ടാണ്. അവന്റെ റൂമില് ഹോസ്പിറ്റലിലെ ഒരുപാട് ഫയൽസ് ഇരിക്കുന്നതും നമ്മളെ കാണിക്കുന്നു. വചനങ്ങളും വായിച്ചു കേട്ട് ജനലിലൂടെ അപ്പുറത്തെ വീട്ടിലെ കനിയെ നോക്കിയിരിക്കുന്നതായിരുന്നു അവൻ ഒരുപാട് ഇഷ്ടം. അവന്റെ ആ ആഗ്രഹങ്ങൾക്ക് താൻ എതിരല്ലായിരുന്നുവെന്നും അതിന് താൻ ഒരു മുടക്കവും വരുത്തിയിട്ടില്ലായിരുന്നുവെന്നും എൽസമ്മ പറയുന്നു. രോഗിയായിരുന്ന ഫിലിപ്പ് എപ്പോഴും ഈ മുറിയിൽ തന്നെയായിരുന്നു. ആദ്യം ശ്വാസം മുട്ടുണ്ടായിരുന്ന സമയത്ത് അവൻ എൽസമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്വാസം കിട്ടാതെ പിടയുന്ന സമയത്ത് കനിയുടെ മുഖം മിന്നിമറിഞ്ഞു പോകുന്ന പോലെ തോന്നുന്നുവെന്ന്. തന്റെ മകൻ കനിയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ എൽസമ്മയാകട്ടെ അവിടെ ജോലിക്ക് പോകുന്ന സമയത്ത് കനിയുടെ റൂമിൽ നിന്നും അവളുടെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടുവന്ന് ഇവന് കൊടുക്കുന്നത് പതിവായി. അവളുടെ ഫോട്ടോയും അവളുടെ കമ്മലും വളയും അങ്ങനെ അവൾ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും ഫിലിപ്പിന്റെ മുറിയിലെത്തി. ഇപ്പൊ ഈ മുറി മുഴുവൻ കനിയാണെന്നും അവളുടെ എല്ലാ സാധനങ്ങളും അവന്റേതാണെന്നും അവര് പറയുന്നു. അതുകൊണ്ടാണ് അന്ന് രോഹൻ അവളുടെ ഒരു ചെറിയ ഹെയർ ക്ലിപ്പ് എടുത്തിട്ട് പോലും ഫിലിപ്പിന്റെ ആത്മാവിന് ഇഷ്ടപ്പെടാതിരുന്നത്. ഫിലിപ്പിന്റെ അവസാന കാലത്ത് കനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട അവളുടെ ചിലങ്കിയും അവളുടെ റൂമിൽ നിന്ന് മോഷ്ടിച്ച് എൽസമ്മ കൊണ്ടുവന്ന് ഫിലിപ്പിന്റെ കാലിൽ ഇട്ടുകൊടുത്തു. ആ ചിലങ്ക കിട്ടിയ സമയത്ത് അവന്റെ മുഖത്ത് ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. ആ സന്തോഷമാണ് അവന്റെ ആത്മാവിനെ ഇവിടെ പിടിച്ചു നിർത്തിയിരുന്നതെന്നും എൽസമ്മ പറയുന്നു. കനിയെ ഇങ്ങനെ ജനലിലൂടെ
ജനലിലൂടെ കണ്ടുകൊണ്ടിരിക്കുക എന്നല്ലാതെ അവളോടൊന്ന് പോയി സംസാരിക്കാനോ അവളോട് ഇഷ്ടം തുറന്നു പറയാനോ ഒന്നും തന്നെ ഫിലിപ്പിന് സാധിക്കുമായിരുന്നില്ല. അത്രയധികം അവശ നിലയിലായിരുന്നു അവൻ. ഫിലിപ്പിനെ സംബന്ധിച്ച് അവൻ എന്തെങ്കിലും കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിന്റെ പിറകെ തന്നെയായിരിക്കും. കനിയെ ഇതുപോലെ അവൻ കണ്ട് ഇഷ്ടപ്പെട്ടതാണ്. അങ്ങനെയാണ് കനിയെ പിന്തുടർന്നത്. ഒരുപക്ഷെ അതിനിടയ്ക്കായിരിക്കാം അവൻ ഈ രോഗം വന്നതും പിന്നീട് കനിയുടെ പിറകെ അവൻ പോവാതിരുന്നതും. പിന്നെ ഈ ജനലിലൂടെ കിടന്നായിരുന്നു കനിയെ അവൻ കണ്ടുകൊണ്ടിരുന്നത്. കനിയെ ആരെങ്കിലും ചെറിയ രീതിയിൽ പോലും വിഷമിപ്പിച്ചാൽ അത് ഫിലിപ്പിന് സഹിക്കില്ലായിരുന്നു. മരിച്ചുപോയവരെയെല്ലാം കർത്താവ് ഒരിക്കൽ തിരിച്ചു വിളിച്ച് ന്യായവിധി നടത്തും. പക്ഷെ തന്റെ വിധി താൻ തന്നെയാണ് തീരുമാനിക്കുന്നതെന്ന് മരിക്കുന്നതിന് മുൻപും ഫിലിപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫിലിപ്പിന്റെ വിധി അവൻ തന്നെയാണ് എഴുതിയത്. അവൻ ഇവിടം വിട്ട് എങ്ങോട്ടും പോയിട്ടില്ല. അവൻ ഇവിടെ തന്നെയുണ്ട്. തന്റെ മരണം ഒരു തുടക്കം മാത്രമാണെന്നും താൻ ഇവിടെ തന്നെ ഉണ്ടാകുമെന്നും ഫിലിപ്പ് മരിക്കുന്നതിന് മുൻപും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവന്റെ ആത്മാവിനെ നശിപ്പിക്കാൻ വരുന്ന ആരെയും തന്നെ അവർ വെറുതെ വിടില്ല. ആദ്യബോധത്തിൽ കിടന്ന രോഹനെ എൽസമ്മ കൊല്ലാൻ തന്നെയാണ് തീരുമാനിച്ചത്. അവർ വീടിന് പുറത്ത് ഒരു കുഴിയെടുക്കുകയായിരുന്നു. രോഹനെ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ടും ഇത്രയും നേരം കാണാഞ്ഞിട്ടും അവനെ തിരികെ മധു അവിടേക്ക് എത്തി. കുഴിയെടുത്തുകൊണ്ട് നിൽക്കുന്ന എൽസമ്മയെ കണ്ടപ്പോ തന്നെ മധുവിന് മനസ്സിലായി രോഹൻ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന്. അയാൾ സൗണ്ട് ഉണ്ടാക്കാതെ റൂമിലേക്ക് കയറി തറയിൽ കിടന്ന രോഹനെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു. അകത്ത് കിടക്കുന്ന ഫിലിപ്പിന്റെ മൃതദേഹം കണ്ട് അയാൾ ഞെട്ടി. എന്നാൽ അവിടെ നിന്ന് അവർക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. ആ ആത്മാവിനെ ഇല്ലാതാക്കണമെങ്കിൽ ഫിലിപ്പിന്റെ കാലിൽ കിടക്കുന്ന ആ ചിലങ്ക അഴിച്ചെടുക്കണമെന്ന് പറയുന്നു. അവർ രണ്ടുപേരും ചിലങ്ക അഴിച്ചെടുക്കാൻ ശ്രമിച്ചെങ്കിലും അത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. കാല് തന്നെ മുറിച്ചെടുക്കേണ്ടി വരും. അതിനുപറ്റിയ ആയുധം കിട്ടുമോന്ന് നോക്കാൻ രോഹൻ കിച്ചണിലേക്ക് ചെല്ലുന്നു. എന്നാൽ ആ സമയം പുറത്തു നിന്നിരുന്ന എൽസമ്മ ഇതെല്ലാം കണ്ടു. അവർ രോഹനെ ഓടി വന്ന് ബാക്കിലൂടെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. അതേസമയം റൂമിൽ തന്നെ നിന്നിരുന്ന മധു ആകട്ടെ ആത്മാവിന്റെ പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. അവിടെ കറണ്ട് പോയി. വാതില് പെട്ടെന്ന് അടഞ്ഞു. അയാൾക്ക് പുറത്തേക്ക് കടക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഫിലിപ്പിന്റെ ആത്മാവ് അയാളെ ആക്രമിക്കുന്നു. എൽസമ്മ വെട്ടുകത്തിയെടുത്ത് രോഹനെ വെട്ടാൻ തുടങ്ങിയാണ്. അവരുടെ കയ്യിൽ നിന്ന് തലനാരിഴയ്ക്കാണ് രോഹൻ രക്ഷപ്പെട്ടത്. അവരെ ദൂരേക്ക് തള്ളിയിട്ടിട്ട് രോഹൻ ആ വെട്ടുകത്തിയും എടുത്ത് ഫിലിപ്പിന്റെ റൂം തള്ളി തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ അവൻ കാണുന്നത് ഫിലിപ്പിന്റെ ആത്മാവ് മധുവിനെ കൊല്ലാൻ ശ്രമിക്കുന്നതാണ്. ആ ആത്മാവിന്റെ ശക്തി ഇല്ലാതാക്കി മധുവിനെ രക്ഷിക്കണമെങ്കിൽ ഫിലിപ്പിന്റെ കാലിലുള്ള ആ ചിലങ്ക അഴിച്ചെടുത്തെങ്കിലേ പറ്റൂ. പിന്നൊന്നും നോക്കി നിൽക്കാതെ തന്റെ കയ്യിലുണ്ടായിരുന്ന വെട്ടുകത്തി ഉപയോഗിച്ച് ഫിലിപ്പിന്റെ രണ്ട് കാലും വെട്ടിയെടുത്ത് ആ ചിലങ്കയോടുകൂടി കിച്ചണിലേക്ക് പോവുകയാണ് രോഹൻ. അത് നശിപ്പിക്കരുതെന്ന് കരഞ്ഞുകൊണ്ട് താഴെ കിടക്കുന്ന എൽസമ്മ പറയുന്നുണ്ട്. എന്നാൽ അതൊന്നും കേൾക്കാതെ അവിടെ എരിഞ്ഞുകൊണ്ടിരുന്ന കനലിലേക്ക് ആ ചിലങ്ക ഉൾപ്പെടെ ഫിലിപ്പിന്റെ കാല് രോഹൻ ഇടുകയും തീ ആളി കത്തിക്കുകയും ചെയ്യുന്നു. ഫിലിപ്പിന്റെ കാലും ആ ചിലങ്ക ഉൾപ്പെടെ കത്തി എരിയാൻ തുടങ്ങിയതോടുകൂടി ആ ആത്മാവ് വീടിന്റെ ഓടിളക്കിക്കൊണ്ട് വലിയ സൗണ്ടോടുകൂടി മുകളിലേക്ക് പോകുന്നു. ചെറിയ തീ അവിടെയെല്ലാം തന്നെ പടർന്നു വീണിട്ടുണ്ടായിരുന്നു. അതിലൊരു തീപ്പൊരി വന്ന് വീഴുന്നത് ഫിലിപ്പിന്റെ ഡെഡ് ബോഡി കിടക്കുന്ന കട്ടിലാണ്. അവിടെ എല്ലാം തന്നെ തീ പടരാൻ തുടങ്ങി. ആത്മാവ് പോയതോടുകൂടി മധുവും രക്ഷപ്പെട്ടു. വീടിന് തീ പിടിച്ചതോടുകൂടി രോഹൻ ഇവരെ എല്ലാവരെയും പുറത്തേക്ക് കൊണ്ടുവന്നു. എൽസമ്മ അപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. തകർന്നിരിക്കുന്ന എൽസമ്മയുടെ നേരെ രോഹൻ കൈനീട്ടുന്നു. അവർ പതിയെ അവന്റെ കൈ പിടിച്ചെഴുന്നേറ്റു. അങ്ങനെ ആ ആത്മാവ് പോയതോടുകൂടി തന്റെ പ്രശ്നങ്ങൾ തീർന്നു എന്ന് രോഹൻ വിശ്വസിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് മധു വർക്ക് ചെയ്യുന്ന സൈറ്റിലേക്ക് അയാളെ കാണാൻ വേണ്ടിയിട്ട് ജോർജ് എന്നൊരാള് വരുന്നു. ഭൂതകാലം എന്ന സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം അതിലൊരു കഥാപാത്രമാണ് ജോർജ്. ജോർജ് വന്ന് മധുവിനോട് പറയുന്നുണ്ട്, ചേട്ടന്റെ അച്ഛൻ പൂജയും കർമ്മങ്ങളും ഒക്കെ നടത്തിയിരുന്നതായിട്ട് അറിയാം. ആവക കാര്യങ്ങൾ ചേട്ടന് നടത്തുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാ താൻ വന്നതെന്ന്. എന്താ കാര്യമെന്ന് മധു ചോദിക്കുമ്പോൾ ജോർജ് പറയുന്നുണ്ട്, തന്റെ പരിചയത്തിലൊരു ഫാമിലി വർഷങ്ങളായിട്ടൊരു വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവസാനമായിട്ട് അവിടെ ഒരു അമ്മയും മകനുമാണ് താമസിച്ചിരുന്നത്. ആ വീടിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതിപ്പോ പൂട്ടിയിട്ടിരിക്കുകയാണ്. വിൽക്കാനും പറ്റുന്നില്ല, വാടകയ്ക്ക് കൊടുക്കാനും പറ്റുന്നില്ല. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് വന്ന് നോക്കാമോ എന്നും ജോർജ് ചോദിക്കുന്നു. താൻ വരാമെന്ന് മധുവും സമ്മതിക്കുന്നു. ഭൂതകാല മൂവിയില് ആശയും വിനുവും താമസിച്ച ആ വീടിനെ പറ്റിയാണ് പറയുന്നത്. ആ മൂവി ഇതുവരെയും കണ്ടിട്ടില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ എക്സ്പ്ലനേഷൻ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ജോർജ് അയാളോട് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ നേരത്ത് മധുവിനെ കാണാൻ വേണ്ടിയിട്ട് രോഹനും അവിടേക്ക് വരുന്നു. എൽസമ്മയെ അവരുടെ ആങ്ങള വന്ന് നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. രോഹനും പിറ്റേന്ന് രാവിലെ യുഎസിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. തനിക്ക് ചെയ്ത എല്ലാ സഹായത്തിനും മധുവിനോട് രോഹൻ നന്ദി പറയുന്നു. പക്ഷെ രോഹൻ അറിയുന്നുണ്ടായിരുന്നില്ല പ്രശ്നങ്ങൾ അവിടെയും തീർന്നിട്ടില്ല എന്ന്. അന്ന് രാത്രി പെട്ടി പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു രോഹൻ. പെട്ടെന്ന് അവൻ വീണ്ടും കനിയുടെ ആ ക്ലിപ്പിന്റെ സൗണ്ട് കേൾക്കുന്നു. കനിയുടെ വീട് പരിശോധിക്കാൻ പോയ സമയത്ത് അവൻ ആ ക്ലിപ്പ് അവിടെ തിരിച്ചു വെച്ചതാണ്. അത് വീണ്ടും അവന്റെ റൂമിലെത്തിയിരിക്കുന്നു. പേടിയോടുകൂടി അവൻ നോക്കുമ്പോൾ ബെഡിൽ ആരോ ഇരിക്കുന്നതായിട്ട് അവന് മനസ്സിലായി. അവൻ അവിടെ ഉണ്ടായിരുന്ന ബെഡ്ഷീറ്റ് എടുത്ത് ബെഡിലേക്ക് വിരിച്ചിടുമ്പോൾ ആ ബെഡ്ഷീറ്റ് അവിടെ ഇരിക്കുന്ന ആത്മാവിന്റെ മുകളിലേക്കാണ് വീഴുന്നത്. അവിടെ ഒരു രൂപം ഇരിക്കുന്നതായിട്ട് അവന് ശരിക്കും മനസ്സിലായി. പേടിച്ച് ബെഡ്ഷീറ്റ് താഴേക്ക് വലിച്ചെടുക്കുമ്പോഴും ആ രൂപം അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. പതിഞ്ഞ സ്വരത്തില് അവൻ കനിയുടെ സൗണ്ട് കേൾക്കുന്നു. രോഹൻ എന്ന് അവൾ വിളിക്കുന്നുണ്ടായിരുന്നു. അതായത് ഈ വീട്ടില് രണ്ട് ആത്മാവുണ്ടായിരുന്നു. ആദ്യം അവന്റെ മുടിയിൽ തലോടിക്കൊണ്ടിരുന്നത് കനിയുടെ ആത്മാവാണ്. അവനെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നത് ഫിലിപ്പിന്റെ ആത്മാവും. കനിയുടെ മരണം എങ്ങനെ സംഭവിച്ചു എന്ന് ഈ മൂവിയിൽ പറയുന്നില്ല. ഒരുപക്ഷെ ഡിപ്രഷനും പ്രശ്നങ്ങളും കാരണം അവൾ ആത്മഹത്യ ചെയ്തതാകാം. അതല്ലെങ്കിൽ മരണശേഷം ഒന്നിക്കാൻ വേണ്ടിയിട്ട് ഫിലിപ്പിന്റെ ആത്മാവ് തന്നെ അവളെ കിണറ്റിലേക്ക് തള്ളിയിട്ടതാകാം. രോഹനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന കനിയുടെ സഹോദരനെ ടെറസിൽ നിന്ന് തള്ളിയിട്ടത് ഫിലിപ്പിന്റെ ആത്മാവാണ്. കാരണം ഫിലിപ്പിന്റെ ആത്മാവ് വരുമ്പോഴാണ് ചിലങ്കയുടെ സൗണ്ട് കേൾക്കുന്നത്. അതുപോലെ കനിയുടെ ആത്മാവ് വരുമ്പോ ക്ലിപ്പിന്റെ സൗണ്ടും. രോഹനോട് ദേഷ്യത്തോടു കൂടിയായിരുന്നല്ലോ കിരൺ പറഞ്ഞത് അവളെ കിണറ്റിൽ ചാടി ചത്തതിന് ഞാൻ എന്ത് ചെയ്യാനാണെന്ന്. ഒരുപക്ഷെ അവൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ദേഷ്യത്തിലാകാം ഫിലിപ്പിന്റെ ആത്മാവ് അവനെ ടെറസിൽ നിന്ന് തള്ളിയിട്ടത്. എന്താണെങ്കിലും കനിയുടെ മരണത്തിന്
മരണത്തിന്റെ പിന്നിലുള്ള യഥാർത്ഥ കാരണം ക്ലിയർ ആയിട്ട് ഈ മൂവിയിൽ പറയുന്നില്ല. അവളുടെ ആത്മാവ് ഇപ്പോഴും അവിടെ ഉണ്ടെന്ന് കാണിച്ചുകൊണ്ട് മൂവി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇതുവരെയും ഭൂതകാല മൂവി കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മസ്റ്റ് ആയിട്ടും കാണേണ്ടതാണ്. ഈ ഒരു എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.